ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക്, ഇങ്ങനത്തെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എക്സ്പീരിയൻസ് സ്റ്റോറി ഷോർട്ട് അല്ല കേട്ടോ, കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ രണ്ടാക്കി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മടിപ്പ് തോന്നില്ല. രണ്ട് വീഡിയോ ആക്കി ഇന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും, പക്ഷെ രണ്ട് വീഡിയോ ആക്കി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് തന്നെ ഒരു വീഡിയോ താഴെ ഉണ്ടാവേ, ശ്രദ്ധിക്കണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അതായത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നേ. എനിക്ക് എത്ര പ്രായം എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു 15 വയസ്സ് പ്രായമുണ്ട്. 10th നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഭയങ്കര ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ 10th വെച്ചിട്ട് എക്സാമിൻ്റെ ഒക്കെ മുൻപ്, അതായത് നമുക്ക് ആനുവൽ എക്സാം SSLC എക്സാം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സ്കൂളിൽ ഈ 10th ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ഡിവിഷൻസിലൊക്കെ ഈ സിസ്റ്റേഴ്സ് വരും, അതായത് കന്യാസ്ത്രീമാരില്ലേ, അവർ വരും. അവർ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10th കഴിഞ്ഞ് ആർക്കെങ്കിലും കന്യാസ്ത്രീ ആവാൻ ആഗ്രഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടോ. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഒരു മൈൻഡ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താന്നുള്ളത്. അങ്ങനെ ഒരു ഫെയിലിയറിൽ നിൽക്കുന്ന ഒരു ടൈം, ഒരു ലവ് ഫെയിലിയറിൽ നിൽക്കുന്ന ടൈം, അതായത് ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം എന്തായിരുന്നെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു മനസ്സുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ എന്താ, അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നെക്സ്റ്റ് എവിടെ, +1 +2 അതങ്ങനെ പോകാന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റേഴ്സ് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ഈ സഭയിൽ നിന്ന് വരുന്നുണ്ട്, അതായത് ഒരുപാട് കോൺഗ്രിഗേഷൻസ് നമ്മളെ വന്ന് സമീപിക്കുന്നുണ്ട്. ഈ 10th പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളോട്, പെൺകുട്ടികളോട് നിങ്ങൾക്ക് സിസ്റ്റർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ഒരു 5-10 മിനിറ്റ് നമ്മളോട് സംസാരിച്ചിട്ട് പോകും. അപ്പം ഞാൻ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തൊരു ആരാധനാ മഠം എന്നുണ്ട്. അപ്പോൾ ആ മഠത്തിൽ സിസ്റ്റേഴ്സ് വന്നു പോയി. അതിനുശേഷം പിന്നെ വരുന്നത് CMC എന്ന് പറഞ്ഞൊരു പ്രോവിൻസ്, പുഷ്പരാം പ്രോവിൻസ് എന്ന് പറഞ്ഞൊരു CMC കോൺഗ്രിഗേഷനിൽ നിന്ന് കുറച്ച് സിസ്റ്റേഴ്സാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ട വഴി എനിക്ക് ഭയങ്കര അവരുടെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി. അതായത് നല്ലൊരു ഉടുപ്പ്, ലോങ് ഉടുപ്പ്, നല്ല വന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ട് സിസ്റ്റേഴ്സ്. അതായത് അങ്ങനെ അവർ വേറെ ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ഒരു ഗ്രീസ് ഉള്ള സിസ്റ്റേഴ്സും നല്ല ഭംഗി. എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത അവരുടെ കോസ്റ്റ്യൂം, അതായത് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ അവരൊന്ന് ക്ലാസ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അട്രാക്ഷൻ എനിക്ക് ദൈവവിളി അല്ല തോന്നിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് മാറി നോക്കുമ്പോൾ ശരിക്കും എനിക്ക് ദൈവവിളിയിനേക്കാൾ കൂടുതൽ ഈ കോസ്റ്റ്യൂം അട്രാക്ട് ചെയ്ത് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചു ഇവർ ഭയങ്കര റെസ്പെക്റ്റ് ആണ്, എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ വലിയ ജോലിയില്ല, വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. നമ്മൾ കല്യാണം കഴിച്ച കുട്ടികളെ നോക്കി അല്ലെങ്കിൽ ഒരു വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന പോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ കന്യാസ്ത്രീ ആവാന്നുള്ളതിൽ അട്രാക്ട് ചെയ്യണേ. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കാര്യം, ഞാൻ ഡെയിലി പള്ളിയിൽ പോകും. അത് വിശ്വാസം ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ പാടും. അപ്പം എനിക്ക് ഈ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് ഈ പാടുമ്പോൾ അതിന് ഓഡിയൻസ് വേണമല്ലോ. അപ്പം ഈ ഓഡിയൻസ് ഉണ്ടാവുന്നുണ്ട് പള്ളിയിലോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ വലിയ കുർബാനയാണ്. അപ്പം ഈ സൺഡേക്ക് നമ്മളെ ഏറ്റവും ബാക്കിലേക്കും നന്നായിട്ട് പാടാൻ അറിയുന്ന ഒരു ഫ്രണ്ടിലേക്കും വരും. ഈ ഡെയിലി മാസിന് ഒരുപാട് ഇങ്ങനെ പാട്ട് പാടാനായിട്ട് ആരും വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അവരാണ് ഫസ്റ്റ് ഒന്ന് പാടുന്ന ആ സമയത്ത്. അപ്പോൾ അവർ ഡിഗ്രി ഒക്കെ ആയിരിക്കും, അവർക്ക് ഡെയിലി വരാൻ പറ്റില്ല. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നടന്ന്, എനിക്ക് തോന്നുന്നു ഒരു 3-4-5 കിലോമീറ്റേഴ്സ് കാണും അവിടെ വരെ നടക്കാൻ. അത്രയും ദൂരം നടന്ന് വന്നിട്ട് പിന്നെയും സ്കൂളിലേക്ക് അത്രയും ദൂരം വരാറുള്ള ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് പാടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പള്ളിയിലേക്ക് ഇങ്ങനെ കൂടുതൽ വരാം. അപ്പം അങ്ങനെ പള്ളിയായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഓവർ ഭക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ സിസ്റ്റർ ആവാൻ പറ്റിയ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സ്വഭാവത്തിലോ എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ ദൈവഭക്തിയിലോ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അട്രാക്റ്റഡ് ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ കോസ്റ്റ്യൂം, അവരുടെ സംസാരം, അവരുടെ ശാന്തത, ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സിസ്റ്റർ ആയാലോ, കന്യാസ്ത്രീ ആയാലോ. അപ്പം ഞാൻ അന്ന് ചെന്നിട്ട് വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. എനിക്കിങ്ങനെ കർമ്മലീത്ത മഠത്തിൽ നിന്ന് 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്യാമ്പിന് പേര് കൊടുത്താലോ എന്ന് ആലോചിക്കുക അന്നിങ്ങനെ പറഞ്ഞു. കേട്ട വഴി ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഞെട്ടല. അതായത് അപ്പച്ചൻ്റെ അമ്മയുണ്ട് വീട്ടിൽ. അമ്മച്ചമ്മ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ്ട്, ഇത് വേണോ എന്നുള്ള മട്ടം എന്നെ നോക്കുക.
അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എനിക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. കുറച്ച് ഷോ ഓഫ് ഉള്ള ഒരാളാണ്. അപ്പം ഈ ആളിങ്ങനെ മഠത്തിൽ പോവുക. അപ്പം എന്നെ വിളിച്ചിട്ട് അമ്മച്ചമ്മ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതായത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയൊന്നും അല്ല, പുറത്ത് കാണുന്ന പോലെയല്ല, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, ഇത് വെറുതെ ഇങ്ങനെ ആഗ്രഹം വെച്ചിട്ട് പോകണമെന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഇത് കേട്ടിട്ട് വീട്ടിലുള്ളവർ ശരിക്കും പറഞ്ഞാൽ ചിരിക്കുക ചെയ്തിരുന്നു. കാരണം എനിക്ക് തോന്നിയൊരു തോന്നലായിരിക്കും, ഇത് പോയിട്ട് ഇപ്പൊ തന്നെ പോരും, ഈ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് അവരതവിടെ ക്ലോസ് ചെയ്തു ചാപ്റ്റർ. അപ്പോൾ ഓക്കെ, ക്യാമ്പ് വന്നു. ക്യാമ്പ് വന്നതിന് ശേഷം ഞാൻ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോൺ ക്യാമറ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതിന് എപ്പോഴും എന്തെങ്കിലും ജോലി ഉണ്ടാവും. അപ്പച്ചൻ റബ്ബർ വെട്ടുന്ന ഒരാളാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാലെടുക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ചിലപ്പോൾ വന്നിട്ട് ഷീറ്റ് എടുക്കേണ്ടി വരും. പിന്നെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ട്, അതായത് മഞ്ഞൾ നടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാവരും ഞാനും കൂടി ഇൻവോൾവ്. അപ്പം ഈ പണി ചെയ്യണം. അപ്പം ഞാൻ ഈ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ അന്നാണ് എനിക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വൈകുന്നേരം സുഖമായിട്ട് കിടക്കുക, 3 നേരം നല്ല ഭക്ഷണം, വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ. ഞാൻ നോക്കുമ്പോൾ ഇത് കൊള്ളാലോ, ഒരു പണിയും ചെയ്യണ്ട, ചുമ്മാ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. സെക്കൻഡ് ക്യാമ്പിനും പോയി. അതിലും ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി, ചിരി, പാട്ട്, നമുക്കിങ്ങനെ ഓപ്പൺ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാംസ്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെ പ്രാർത്ഥന വലിയ കാര്യമായിട്ടോ നമ്മളെ നിർബന്ധിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കുകയോ ഒന്നുമില്ല. ആഹാ, വളരെ സുഖം. അപ്പം ഞാനങ്ങനെ ഈ രണ്ടാമത്തെ ക്യാമ്പും കഴിഞ്ഞതോടുകൂടി ഞാനത് ശക്തമായി. എനിക്കിത് അപ്പം രണ്ടാമത്തെ ക്യാമ്പിന് പോകുമ്പോൾ കൂടുതലായിട്ടും ഞാൻ പോയി പ്രോവിൻസിൽ കേൾക്കണത് നമ്മുടെ കൊച്ചുത്രേസ്യ പുണ്യാളത്തി ഉണ്ടല്ലോ. അപ്പൊ അവർക്കിടെ ഇതാണ്, അതായത് എന്താ പറയുക, കോൺഗ്രിഗേഷൻ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ നാമത്തിലുള്ളതാണ്. അപ്പൊ അവരുടെ ക്ലാസ്സസ് എല്ലാം ബേസ് ചെയ്ത് ഈ ലിറ്റിൽ ഫ്ലവർ പുണ്യാളത്തിനെ കുറിച്ചായിരുന്നു, വിശുദ്ധനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എൻ്റെ നാമധേയം ഇതാണ്, അതായത് കൊച്ചുത്രേസ്യാണ്, വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നുള്ള ഇതിനകത്താണ് എൻ്റെ നാമധേയം. പള്ളിയിൽ ഇട്ടേണ്ട പേരുണ്ടല്ലോ, അതും എൻ്റെ അങ്ങനെ കിടക്കണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വലിയൊരു കണക്ഷൻ അവിടെ കിടക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിക്കും, ഓക്കെ ഇത് ദൈവവിളിയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കോൺഗ്രിഗേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സിസ്റ്റേഴ്സ് വന്നു, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സഭ ചൂസ് ചെയ്ത് എങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ദൈവവിളി ഉണ്ട്, ദൈവവിളി എന്നാട്ടോ അതിനെ പറയാ. സിസ്റ്റർ ആവാൻ അല്ലെങ്കിൽ അച്ഛനാവാൻ പോണവർക്ക് പറയുന്ന ഒരു പേരാണ് അത്, ദൈവവിളി കിട്ടിയിട്ട് ചെല്ലാന്ന് പറയും. മനുഷ്യരാൽ തള്ളപ്പെട്ട് പോണതല്ല എന്നാണ് അതിന്റെ വേറൊരു രൂപം. അപ്പൊ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. സിസ്റ്റർ ഈ കർമ്മലീത്ത മഠത്തില് നമ്മുടെ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ ജീവചരിത്രം, ഒരു നവമാലിക എന്ന് പറഞ്ഞൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ആവണം, ഇറ്റ്സ് ഓക്കെ, പക്ഷെ അതല്ലാതെ എനിക്കൊരു വിശുദ്ധയാവണം. എന്താണ് അതിമോഹം. എനിക്ക് ഇപ്പം ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരാം, ഞാനത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് ഓർക്കുമ്പോഴേ. കാരണം എന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു ആഗ്രഹം വന്നിട്ട് അതൊരു നോർമൽ ആഗ്രഹമായിട്ടല്ല, ഇതൊരു ശക്തമായിട്ടുള്ളൊരു എക്യുപ്മെന്റ്സ് പോലെ തന്നെ തള്ളാം, വിശുദ്ധയാവണം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ആവാന്നുള്ളതല്ല, സിസ്റ്റർ എന്ന് വെച്ചാൽ സിമ്പിൾ, ഓക്കെ ഇത് കടന്നു പോകും. പക്ഷെ എനിക്ക് ഒരു 5-6 വർഷം കൊണ്ട് ഈ വിശുദ്ധയാവണം, ഞാനൊരു പുണ്യാളത്തി ആവണം, എൻ്റെ ഒരു പേരിൽ ഇങ്ങനെ വരണം, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യാട്ടോ. അത് ഞാൻ ആരോടും പറയണമെന്നില്ല. വീട്ടിൽ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് പള്ളിയിൽ നിന്ന് വാങ്ങിക്കണം. അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇന്ന ഇടവകയിലെയാണ്, ഇന്ന ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും വാങ്ങിക്കാനുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു ആ ഇരിക്കും. പക്ഷെ ഇത് അമ്മച്ചിയായിട്ട് ഈ അച്ഛനായിട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട് ഓൾറെഡി, ഞാനിങ്ങനെ സിസ്റ്റർ ആവാൻ പോകണമെന്നുള്ളത്. അപ്പം ഞാൻ ചിലപ്പോൾ ഈ അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആ വാസോജി കയറിയിരിക്കും, എന്താ വിശേഷം എന്താണെന്നൊക്കെ ചോദിച്ച്, ഇനി എവിടെ +2 എവിടെ ചേർന്ന്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ +2 അല്ല, പിന്നെന്താ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സിസ്റ്റർ ആകാൻ പോവാ, എവിടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ CMC, അതായത് അവര് മിഷൻ പ്രോവിൻസാണ്, പുഷ്പാരാം പ്രോവിൻസാണ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ നിൽക്കാതെ നിങ്ങൾ ചിരിക്കുക എന്നെ മുഖത്ത് നോക്കിയിട്ട്, നീ സിസ്റ്റർ ആവാനാ എന്ന് വെച്ചിട്ട് അച്ഛന് ഭയങ്കര ചിരി. ഇത് കണ്ടോടുകൂടി എനിക്ക് അങ്ങനെ ദേഷ്യം വന്നിട്ട് നമ്മുടെ ആത്മീയത ഫുള്ള് ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ നമ്മളിങ്ങനെ കളിയാക്കി ചിരിക്കണ എന്തിനാണാവോന്ന് വിചാരിച്ചിട്ട് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് സിസ്റ്റർ ആവാൻ തന്നെ പോകണം. ഞാൻ വീട്ടിൽ പെർമിഷൻ ഉണ്ട്, എനിക്ക് അച്ഛൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അതിനു വേണ്ടി വന്നതാണ്. അപ്പൊ അച്ഛൻ അമ്മച്ചിയോട് ഒന്ന് പുറത്തിരിക്കുന്നു പറഞ്ഞു. പുറത്തിരുന്നു.
ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനെന്നെ ഭയങ്കര അഡ്വൈസും. ആള് നമുക്ക് ഈ ചെറുപ്പത്തിൽ ഇത് തോന്നും, പക്ഷെ പോയിട്ട് വെറുതെ നമ്മുടെ അത്രയും ടൈം കളയേണ്ട ആവശ്യമില്ല. അതിന് പേര് നീ പഠിക്കും, നീ അത്യാവശ്യം പഠിക്കുമല്ലോ, നീ പഠിച്ചൊരു നേഴ്സാവോ കാര്യങ്ങളാവോ, നിന്റെ കരിയർ മാറ്റാൻ നോക്ക്, കാരണം നിനക്ക് പറ്റിയ പരിപാടിയല്ല ഇതെന്നെങ്കിലും അച്ഛൻ കട്ടം ട്രെയിനോട് പറയാം കേട്ടോ. എനിക്കപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ ആരാധിക്കുന്ന ഒരു സമയം വരും, ഇങ്ങനെ പറയാം കേട്ടോ. അച്ഛൻ പെട്ടെന്ന് അച്ഛൻ്റെ ടോക്കൊക്കെ നിർത്തി. നോക്കുക, ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ സിസ്റ്റർ ആവാനല്ല പോണേ, ഞാനൊരു വിശുദ്ധി ആവാനാണ് പോണേ. കൊച്ചുരസി പുണ്യാളത്തി ഉണ്ടല്ലോ, അതുപോലെ ഞാനൊരു വിശുദ്ധിയായിട്ട് വരും, നമ്മുടെ പള്ളിയിലൊക്കെ എൻ്റെ രൂപങ്ങൾ വയ്ക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അച്ഛനോട് പറയാം കേട്ടോ. അച്ഛനിത് കേട്ടോണ്ട് ഒന്നും മിണ്ടറില്ല. അച്ഛൻ വേഗം എണീറ്റ് പോയിട്ട് ഒരു ലെറ്റർ പാഡ് എടുത്തു തന്നിട്ട്, ശരി അപ്പം എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളൂട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്നിട്ട്, അപ്പം അമ്മച്ചിയോട് പറഞ്ഞു, ഫാസ്റ്റായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ചോളൂ കേട്ടോ, എനിക്ക് ഒരു എതിർപ്പില്ല കേട്ടോ, കുട്ടീനെ ഇട്ടേക്കും എന്ന് പറഞ്ഞിട്ട്. അമ്മച്ചി ഇപ്പം എന്താവും അച്ഛനൊന്നും പറയാത്തേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പം ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് വരാം, ഞാൻ വിശദമായിട്ട് ഞാൻ വരാം, ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ട് ഞാനിങ്ങനെ ഇറങ്ങാം.